വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ആഗസ്റ്റ് മാസത്തിലെ 21 തൊട്ട് 31 വരെയുള്ളതാണ്. അപ്പം ഡിഗ്രി പ്രിലിംസിനൊക്കെ തയ്യാറെടുക്കുന്നവരും ജൂൺ 20-ന് CPO WCPO ഒക്കെ തയ്യാറെടുക്കുന്നവരും ഒക്കെ കറണ്ട് അഫയേഴ്സ് ഒക്കെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ അല്ലേ? കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോളൂ കേട്ടോ. ഓഗസ്റ്റ് 21, 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കാത്തു, കാലി വള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടി. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച സൂപ്പർമാൻ 1-2-വിലും വില്ലൻ കഥാപാത്രമായ ജനറൽ സോഡിനെ അനശ്വരമാക്കിയ വ്യക്തി ടെറൻസ്. 700 മെഗാവാട്ടിന്റെ ടാറ്റോ 2 ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിക്കുന്നത് അരുണാചൽ പ്രദേശ്. അടുത്തിടെ ഒഡീഷയിൽ ചാന്ദിപ്പൂർ സംയോജിത പരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 5 സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പം കൂടിയതുമായ പാലം കൂബിച്ചൽ കടവ് പാലം. ഇന്ത്യയുടെ ഭക്ഷ്യവിതരണ സമ്പ്രദായത്തിന്റെ പശ്ചാത്തലത്തിൽ അന്ന ചക്ര എന്നറിയപ്പെടുന്നത് പൊതുവിതരണ സംവിധാനത്തിന് കീഴിലുള്ള ഒരു വിതരണ ശൃംഖല ഒപ്റ്റിമൈസേഷൻ ഉപകരണം. ആദി കർമ്മയോഗി അഭിയാൻ ആരംഭിച്ച മന്ത്രാലയമേത്? ഗോത്രകാര്യ മന്ത്രാലയം. രാജ്യത്തെ പരോക്ഷ നികുതിയുടെ പുതുക്കിയ സ്ലാബുകൾ 5%, 80%, 12% GST ഉള്ള 99% ഉൽപ്പന്നങ്ങളുടെ നികുതി 5% കുറയും. 28% GST ഉള്ള 90% ഉൽപ്പന്നങ്ങളുടെ നികുതി 18% കുറയും. അടുത്തത് ഓഗസ്റ്റ് 22. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച ശാസ്ത്ര സാഹിത്യത്തിന് അനന്യമായ സംഭാവനകൾ നൽകിയ രസതന്ത്ര ശാസ്ത്രകാരനും ശാസ്ത്ര അധ്യാപകനും സർവ്വവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറുമായ വ്യക്തി ഡോക്ടർ CG രാമചന്ദ്രൻ നായർ. 2035 പൂർണ്ണ സജ്ജമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഈയിടെ 116-ാം ജന്മദിനം ആഘോഷിച്ച ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന ബഹുമതി നേടിയത് ഏദൽ ക്യാദർഹോം. 2025 ഓഗസ്റ്റിൽ റിസർവ് ബാങ്കിന്റെ പണനയ സമിതിയിൽ എക്സ് ഒഫീഷ്യോ അംഗമായി നിയമിതനായത് ഇൻഡ്രാനിൽ ഭട്ടാചാര്യ. അമേരിക്കൻ നിർമ്മിത ബുദ്ധി കമ്പനിയും ChatGPTയുടെ സൃഷ്ടാക്കളുമായ ഓപ്പൺ AI ഇന്ത്യയിലെ ആദ്യത്തെ ഓഫീസ് തുറക്കാൻ പോകുന്നത് ഡൽഹി. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച 1983-ൽ പത്മഭൂഷൺ ലഭിച്ച പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തനവുമായ വ്യക്തി സ്വരാജ് പോൾ. അധികാരത്തിലിരിക്കെ സർക്കാർ ഫണ്ട് ദുർവിനിയോഗം ചെയ്തു എന്ന കേസിൽ ശ്രീലങ്കയിൽ അറസ്റ്റിലായ ആദ്യ മുൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗ. സംസ്ഥാനത്ത് ആദ്യമായി പൂർണ്ണ വൈകല്യ തിരിച്ചറിയൽ കാർഡ് രജിസ്ട്രേഷൻ നേടിയ ജില്ലയായി മാറിയത് കോഴിക്കോട്. അടുത്തത് ഓഗസ്റ്റ് 23. ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 23. 2025 ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനാചരണത്തിന്റെ പ്രമേയം ആര്യഭട്ട മുതൽ ഗംഗയാൻ വരെ, പുരാതന വിജ്ഞാനം മുതൽ നൂതന സാധ്യതകളിലൂടെ. സാമൂഹിക നീതി വകുപ്പ് സംഘടിപ്പിച്ച 5ാമത് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ടിൽ കലാകിരീടം നേടിയ ജില്ല തിരുവനന്തപുരം. ഇന്ത്യയിലെ അടുത്ത US സ്ഥാപിതമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തത് സെർജിയോ ഗോർ. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിരുന്ന തലച്ചോർ തീനി എന്നറിയപ്പെടുന്നത് അമീബ വകഭേദം നൈഗേരിയ ഫൗളരി. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് ഡിംഫോസ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ഇന്ത്യയിലെ ഏറ്റവും ആസ്തി കുറഞ്ഞ മുഖ്യമന്ത്രിയായത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോഴ്സ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ മുഖ്യമന്ത്രിയായത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു.
ദേവസ്വം ബോർഡിന്റെ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് പൂജാവിധി പഠിച്ച് വൈദിക രംഗത്തെ സ്ത്രീ സാന്നിധ്യം ആകാനായി യോഗ്യത നേടിയ കേരളത്തിലെ ആദ്യ വനിത ജയലക്ഷ്മി. ഓഗസ്റ്റ് 25. ഇന്ത്യയിലെ തിരഞ്ഞെടുത്ത നഗരങ്ങളെ ലോകത്തിലെ മറ്റ് നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ട്വിന്നിംഗ് ഓഫ് സിറ്റീസ് ട്വിൻ സിറ്റി പദ്ധതിയിൽ ഉൾപ്പെട്ട നഗരം കോഴിക്കോട്. ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂർ ജില്ലയിലെ ജലാലാബാദ് നഗരത്തിന്റെ പുതിയ പേര് പരശുരാമപുരി. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കടുവ സംരക്ഷണ കേന്ദ്രമായി മാറിയത് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ്. ഇന്ത്യൻ തപാൽ വകുപ്പ് 2025 ഓഗസ്റ്റ് 25 മുതൽ ഏത് രാജ്യത്തേക്കുള്ള തപാൽ സേവനങ്ങളാണ് താൽക്കാലികമായി നിർത്തിവെച്ചത്? അമേരിക്ക. വേൾഡ് കോമ്പറ്റിറ്റീവ്നെസ് റാങ്കിങ്ങിൽ WCR ഇന്ത്യയുടെ സ്ഥാനം 41. ബഹിരാകാശ കാലാവസ്ഥ പ്രവചിക്കാൻ നാസ IBMുമായി സഹകരിച്ച് പുറത്തിറക്കിയ മോഡൽ സൂര്യ AI. ഏത് കമ്പനിയുമായി ചേർന്നാണ് 5ാം തലമുറ യുദ്ധവിമാനങ്ങളും വിമാന എഞ്ചിനുകളും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്നത്? ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനുമായി ചേർന്ന്. ഓഗസ്റ്റ് 26. 2025 നടക്കുന്ന ഫിഡെ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് ഗോവ. ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി BSSI അവതരിപ്പിച്ച പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് ബ്രോങ്കോ ടെസ്റ്റ്. സമുദ്രത്തിന്റെ അടിത്തട്ടിലെ മഹാരഹസ്യങ്ങൾ തേടിയുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിലെ മലയാളി സാന്നിധ്യം G ഹരികൃഷ്ണൻ. ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന ഖ്യാതി നേടിയ ബ്രിട്ടീഷുകാരി ഏദൽ കാദർഖാൻ. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ AI അധിഷ്ഠിത മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് ഇൻഡ്യൂറൻസ് മെയിൽ കോമ്പാക്ട് ഡ്രോൺ കാല ഭൈരവ്. ഇന്ത്യയിലെ ആദ്യ ആന്റി-ഡ്രോൺ തുറമുഖം കട്ല തുറമുഖം. ഡ്യൂറൻസ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. അഷ്ടമുടിക്കായലിന്റെ ദൃശ്യഭംഗി ആസ്വദിച്ച് ഓളപ്പരിയിലെ സായാഹ്ന സവാരി നടത്താൻ ജലഗതാഗത വകുപ്പ് ആരംഭിച്ച ബോട്ട് സർവീസ് സി അഷ്ടമുടി. ഓഗസ്റ്റ് 27. പ്രസാർ ഭാരതി ആരംഭിച്ച OTT പ്ലാറ്റ്ഫോം വേവ്സ്. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം 2025 ഓഗസ്റ്റിൽ പുറത്തിറക്കിയ ഏറ്റവും പുതിയ വാർഷിക വ്യവസായ സർവേയിൽ വ്യവസായ തൊഴിൽ വളർച്ചയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം തമിഴ്നാട്. 2026 മികച്ച അന്താരാഷ്ട്ര സിനിമാ വിഭാഗത്തിൽ ഓസ്കാർ പുരസ്കാരത്തിനായുള്ള ഔദ്യോഗിക എൻട്രിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം പപ്പുവ ബുക്ക. ലോകത്തിലെ ആദ്യത്തെ AI പവേർഡ് ബാങ്കായ RYT ബാങ്ക് ആരംഭിച്ചത് മലേഷ്യ. സ്റ്റിബിഡി ഡെലു ഇൻസ്പോ തുടങ്ങിയ ജെൻസി പദങ്ങൾ നിഘണ്ടുവിലെത്തിയത് കേംബ്രിഡ്ജ്. പ്രഥമ മേഖല ഇന്ത്യ വാട്ടർ സ്പോർട്സ് വേദി ശ്രീനഗർ. തായ്ലൻഡ് പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ 2025 ഗോൾഡൻ അവാർഡ് നേടിയത് കേരള ടൂറിസം. കേരള സംസ്ഥാന സർക്കാർ പുതുതായി രൂപകൽപ്പിച്ച വയോജന കമ്മീഷൻ അധ്യക്ഷൻ K സോമപ്രസാദ്. ഓഗസ്റ്റ് 28. കയറ്റുമതി പ്രോത്സാഹന മിഷന്റെ കീഴിലുള്ള 2 ഉപപദ്ധതികൾ നിർയാത് പ്രോത്സാഹനും നിർയാത് ദിശയും. മത്സ്യശക്തി പദ്ധതി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യബന്ധനവും അക്വാകൾച്ചറും. വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം ഏതു മന്ത്രാലയമാണ് നടപ്പിലാക്കുന്നത്? ആഭ്യന്തര മന്ത്രാലയം. പ്രഥമ അന്താരാഷ്ട്ര പാലി സമ്മേളനം നടന്നത് ശ്രീലങ്ക. ഇന്ത്യൻ ആർമി ടെറിയർ സൈബർ ക്വസ്റ്റ് 2025 വേദി ന്യൂഡൽഹി. പ്രധാനമന്ത്രി സ്വനിധി യോജന ഏതു മന്ത്രാലയത്തിന്റെ കീഴിലുള്ള പദ്ധതിയാണ്? ഭവന നഗരകാര്യ മന്ത്രാലയം. പ്രൊജക്ട് 17 പ്രകാരം ഏത് കപ്പൽശാലയാണ് INS ഉദയഗിരി നിർമ്മിച്ചത്? മസഗോൺ ടോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് MDL മുംബൈ. 2025 ഓഗസ്റ്റിൽ ഗില്ലിൽ ബാരി സിൻഡ്രോം വർധനവ് റിപ്പോർട്ട് ചെയ്ത നഗരം ഗാസ. ദേശീയ സ്പോർട്സ് ദിനം ഓഗസ്റ്റ് 29. 2025 ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോ മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ താരം നീരജ് ചോപ്ര. മൈക്രോസോഫ്റ്റ് 2025 അവതരിപ്പിച്ച കാലാവസ്ഥാ പ്രവചന AI മോഡൽ അറോറ. റീതിങ്ക് ഹോസ്റ്റുകൾ നാവിഗേറ്റിംഗ് പോളിസി പാത്വേസ് എന്ന തലക്കെട്ടിൽ റിപ്പോർട്ട് പുറത്തിറക്കിയ സ്ഥാപനം നീതി ആയോഗ്.
ഏത് രാജ്യം ആതിഥേയത്വം വഹിക്കുന്ന ബഹുമുഖ വ്യായാമമാണ് എക്സർസൈസ് ബ്രൈറ്റ് സ്റ്റാർ? ഈജിപ്ത്. ഏത് മന്ത്രാലയത്തിന്റെ ഭരണ നിയന്ത്രണത്തിലാണ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ RGI പ്രവർത്തിക്കുന്നത്? ആഭ്യന്തര മന്ത്രാലയം. ഏഷ്യ പസഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് ഡെവലപ്മെന്റിന്റെ AIBD എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ചെയർമാനായി ഏത് രാജ്യമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഇന്ത്യ. കാനഡയിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത്? ദിനേശ് K. പട്നായിക്. ഓഗസ്റ്റ് 30. ഭവന വില വർധനയിൽ ലോകത്ത് 4ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ നഗരം? ബംഗളൂരു. ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? അജയ് സിംഗ്. വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി നിർത്തലാക്കാൻ തീരുമാനിച്ച രാജ്യം? ഡെൻമാർക്ക്. പ്രഥമ മേഖല ഇന്ത്യ വാട്ടർ സ്പോർട്സ് ജേതാക്കൾ? മധ്യപ്രദേശ്. 2025 കേരള കായിക ദിനത്തിൽ ഖേലോ റവ റസ്നാഥ് മഹോത്സവ് ഉദ്ഘാടനം ചെയ്തത്? രക്ഷ കട്സെ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ സ്പ്രിംഗ് താരം അനിമേഷ് കുജൂർ. സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ ഓൺലൈൻ ചികിത്സാ സേവനം നൽകുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ പദ്ധതി? സമൃദ്ധ. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? മുംബൈ. ഓഗസ്റ്റ് 31. കജിക്കി ചുഴലിക്കാറ്റ് നാശനഷ്ടം വിതച്ച രാജ്യം? വിയറ്റ്നാം. ചൈനയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലം? ഗ്രാൻഡ് കാന്യൻ പാലം, ഹുവാങ്ങിയ. 2025 നെഹ്റു ട്രോഫി കിരീടം നേടിയത്? വിയപുരം ചൂണ്ടൻ. 67ാമത് റമൺ മാഗ്സസെ അവാർഡിനർഹനായത്? എഡ്യൂക്കേറ്റഡ് ഗേൾസ്, ഇന്ത്യൻ NGO. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് റിപ്പോർട്ടിൽ മുന്നിലെത്തിയ സംസ്ഥാനം? കേരളം. തീരദേശ മത്സ്യബന്ധന ഗ്രാമങ്ങളിൽ നിയമിച്ച താൽക്കാലിക ജീവനക്കാർ അറിയപ്പെടുന്നത്? സാഗർ മിത്ര. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച വാഴൂർ സോമൻ ഏത് നിയമസഭാ മണ്ഡലത്തിലെ MLA ആയിരുന്നു? പീരുമേട്. അപ്പോൾ ഇത്രയാണ് ഓഗസ്റ്റ് മാസത്തെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.